ഇടുക്കി പീരുമേട് ആദിവാസി മേഖലയിൽ വന്യമൃഗശല്യം തടയാൻ നിർമ്മിച്ച വൈദ്യുതി വേലി ഫലപ്രദമാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ട്. പ്ലാക്കത്തടം ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിലാണ് വനം വകുപ്പ് തൂക്കു വൈദ്യുതി വേലി സ്ഥാപിച്ചിരിക്കുന്നത്. ഇടുക്കി പീരുമേട്ടിലെ ആദിവാസി മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. കാട്ടാന, കാട്ടുപോത്ത് എന്നിവയെല്ലാം കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നു. നിരവധി പേർ കാട്ടാന ആക്രമണത്തിന് ഇരകളായി. ഇതോടെയാണ് ആദിവാസി മേഖലകളിൽ വൈദ്യുതി വേലി സ്ഥാപിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിച്ചത്. പ്ലാക്കത്തടം ഉൾപ്പെടെയുള്ള ആദിവാസി ഉന്നതികളിൽ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിച്ചു. എന്നാൽ ഇതുകൊണ്ടും വന്യമൃഗശല്യം തടയാൻ കഴിയുന്നില്ലെന്നാണ് ആദിവാസി കുടുംബങ്ങളുടെ ആക്ഷേപം. ഹാങ്ങിങ് ഫെൻസിങ്ങുകളിൽ കാട്ടുവള്ളികൾ കയറുന്നത് മൂലം ഇവ ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഈ ഫെൻസിങ് വന്നത് ഇതിപ്പോൾ കൃത്യമായിട്ട് നോക്കാനുള്ള ആൾക്കാർ വേണം. ഈ മറ്റേ കാടുകൾ കയറാതെ നോക്കാനുള്ള ആൾക്കാർ വേണം. ഇതുവരെയായിട്ട് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല. ഇപ്പം നമ്മുടെ ഫോറസ്റ്റുകാർ തന്നെയാണ് ഇത് നോക്കി നടത്തുന്നത്. മാസത്തിലൊക്കെ വന്ന് കാടൊക്കെ വെട്ടും. ഇപ്പോൾ കാട് വെട്ടാത്തതുകൊണ്ടാണ് ഇതിൽ ഈ കമ്പിയിൽ പള്ളയൊക്കെ കയറി കഴിഞ്ഞാൽ ന്യൂട്രൽ കട്ടാകും. അപ്പോൾ ന്യൂട്രൽ കട്ടാകുന്ന സമയത്ത് ആനയ്ക്ക് സിമ്പിളായിട്ട് ഇതിനകത്തേക്ക് കയറാൻ പറ്റും. കറണ്ട് 9% വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ അത്ര ഉണ്ടാവില്ല. അപ്പോൾ സിമ്പിളായിട്ട് ആനയ്ക്ക് കയറാൻ പറ്റും. വൈദ്യുതി വേലികളുടെ സംരക്ഷണം വനസംരക്ഷണ സമിതിയെയാണ് ഏൽപ്പിക്കാറുള്ളത്. എന്നാൽ ഈ മേഖലയിൽ ഇതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. മഴക്കാലമാകുന്നതോടെ കാട്ടാനശല്യം രൂക്ഷമാകും. ഇതോടെ പകൽ പോലും കൃഷിയിടത്തിലിറങ്ങാൻ ആദിവാസി കർഷകർക്ക് കഴിയില്ല. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.